നമ്മളെല്ലാവരും കാത്തിരുന്ന ജയറാമിന്റെ ഹോസ്റ്റലർ എന്ന സിനിമ എന്ന തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വേഷത്തിനെ കുറിച്ചൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാ റിവ്യൂലും കാര്യങ്ങളൊക്കെ ആ ഒരു മമ്മൂക്കയുടെ റോളും കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു. അപ്പോൾ മമ്മൂക്കയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് സിനിമയുടെ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അതിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് പറയുന്ന ഈ ഒരു താരത്തിനെ കൊണ്ടുവന്നപ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഇതൊരു അതിഥിവേഷമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം സെക്കൻഡ് ഹാഫ് മുതൽ കുറച്ച് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം മമ്മൂക്കയുടെ ഇൻട്രോ ആണ്. ഈ ഒരു ജയറാമിന്റെ ഇൻട്രോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ നൈസ് ആയിട്ട് കാണിച്ചു. അതുവരെ ഒരുപാട് താരങ്ങളെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നു. അതിന് ആദ്യ ഷോ ആണ് കണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരു പകുതിയിലധികം ആളുകൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നെങ്കിലും വലിയ ഓളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിൽ മമ്മൂക്കയെ കാണിക്കുന്ന ഒരു സീൻ ശരിക്കും തരിച്ചു പോകുന്ന ഒരു ഇൻട്രോ, ഒരു മുഴുനീള മമ്മൂക്കയുടെ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമുക്ക് ആ ഒരൊറ്റ ഇൻട്രോയിൽ കിട്ടി എന്ന് വേണം പറയാം. കാരണം തിയേറ്റർ ഇളകി പറഞ്ഞു. ആകെ പകുതിയിലധികം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും തിയേറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോളം ആർപ്പുവിളികളും അതുപോലെ തന്നെ കയ്യടികളുടെ പൂരായിരുന്നു. ശരിക്കും തരിച്ചുപോയി ആ സിനിമ കണ്ട്. ആ ഒരു സിനിമ വളരെ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ വലിയ ഒരു അനക്കമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് ഒരു അനക്കം വന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ഒരു സിനിമയിൽ വന്നപ്പോഴാണ്. അതിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഏത് ഫാൻസ് ആണെങ്കിലും ആ ഒരു കാര്യത്തിൽ എന്തായാലും ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു അതിഥി വേഷം എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റോൾ തന്നെയാണ്. നല്ല റോളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മുഴുനീളം മമ്മൂക്ക മിഥുൻ മാനുവൽ തോമസ് ചിത്രം വരുമ്പോൾ അത് എത്രത്തോളം ആളുകളെ ത്രസിപ്പിക്കും ത്രില്ലടിപ്പിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. സിനിമ മമ്മൂട്ടി ഫാൻസ് ആണെങ്കിലും മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും ജയറാം ഫാൻസ് ആണെങ്കിലും എല്ലാവരും പോയി കാണണം. നല്ലൊരു സിനിമ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് 2024 നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സിനിമ കണ്ടവർ നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മമ്മൂക്കയുടെ റോളിനെ കുറിച്ച് ഞാൻ ഇപ്പോഴും പറയാണ്. ആ റോളിനെ എന്താണ് കാര്യം എന്നുള്ളത് ആരോടും പറയാതിരിക്കുക. സിനിമ കണ്ടവരൊന്നും സിനിമ കാണാത്തവരോട് പോയി പറയരുത് മമ്മൂക്ക ഇതിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും പറയരുത്. ഈ ഒരു സിനിമയിൽ നമ്മുടെ മമ്മൂക്ക ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ മമ്മൂക്ക ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക. ബാക്കി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറയുക. കാരണം നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണുന്ന ആളുകൾക്ക് അത്ര ത്രില്ല് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും ജയറാമേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടി സാധ്യമായിരിക്കുകയാണ്. ഇന്ന് ഡബിൾ ആയിട്ടുള്ള ഒരു സന്തോഷമുള്ളതാണ്. കാരണം ജയറാമിന്റെ തിരിച്ചുവരും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടവും കാണാൻ പറ്റിയ ഒരു സിനിമ ഇന്ന് നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്.